ജീവിതത്തിൽ ദുരിതങ്ങൾ മാത്രം അനുഭവിച്ച രണ്ട് മനുഷ്യർ, ബേബി ചേച്ചിയും ശിവൻ ചേട്ടനും. എന്നാലും രണ്ടാളുടെ മുഖത്തെയും ആ ചിരി കണ്ടോ, എന്തൊരു സ്നേഹമാണെന്നോ നമ്മളോടൊക്കെ. 10-15 ദോശയും കുറച്ച് ചായയും ഒക്കെയാണ് ഈ കടയിലെ ആകെയുള്ള വരുമാനം. പിന്നെ ആരെങ്കിലൊക്കെ ചവിടിക്കാൻ വരുമ്പോ നമ്മളെ പാവത്തെയും കൊണ്ട് എല്ലൊക്കെ തരും, അത്രേ ഉള്ളു. ഈ കടയിൽ തന്നെയാണ് രണ്ടാളുടെയും കിടപ്പ്. മുകളിലൊരു വീടൊക്കെ വാടകയ്ക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ. പക്ഷെ ശിവൻചേട്ടൻ്റെ കാല് വയ്യാത്തതുകൊണ്ട് കുന്നു കയറി പോകാനാവുന്നില്ല. 3 വർഷമായി ഇത്ര വീട്ടിൽ പോയിട്ട്. ആളെ ഒറ്റയ്ക്ക് കിടത്താൻ പറ്റാത്തതുകൊണ്ട് ബേബി ചേച്ചിയും ഇവിടെ കിടന്നുറങ്ങും. ഈ കടയെപ്പറ്റി എനിക്കൊരാൾ പറഞ്ഞു തന്നതാ. ഞാനിവിടെ വന്ന് നോക്കുമ്പോൾ കടയിലെ അവസ്ഥയൊക്കെ ഇച്ചിരി മോശമായിരുന്നു. അങ്ങനെ കടയിലേക്കുള്ള കുറച്ച് സാധനങ്ങളുമായിട്ടാണ് പിറ്റേന്ന് വന്നത്. ദോശയുടെ കൂടെ ചമ്മന്തിയും സാമ്പാറും ഒക്കെ എല്ലാ ദിവസവും കാണും കേട്ടോ. ഒട്ടും പുളിയില്ലാത്ത പഞ്ഞി പോലത്തെ ദോശയായിരുന്നു, നല്ലൊരു സാമ്പാറും. ചേച്ചിയുടെ കൈ ദേ ഇങ്ങനെ വളഞ്ഞിട്ടായിരിക്കുക. ആളൊന്ന് വീണതാണ്. അതിനുശേഷം അത് ഇതുവരെ നേരെയായിട്ടുമില്ല. മഴയായാലും വെയിലായാലും രണ്ടാളും ഈ ഷെഡിൽ തന്നെയാണ് കിടന്നുറങ്ങുന്നത്. ഒരുപാട് വർഷം പല സ്ഥലങ്ങളിൽ കുക്കായിട്ട് ജോലി ചെയ്തിരുന്ന ആളാണ് കേട്ടോ ശിവൻ ചേട്ടൻ. ജീവിതം മുഴുവനും കഷ്ടപ്പാടും സങ്കടവും ഒക്കെ ആയിരുന്നെങ്കിലും ഇപ്പോൾ ഒരു കുഞ്ഞു സന്തോഷമുണ്ട്. എന്നാന്നോ, ലൈഫ് പദ്ധതിയിൽ നിന്ന് ഒരു വീട് അനുവദിച്ച് കിട്ടിയിട്ടുണ്ട്. എന്നത്തേക്ക് കിട്ടും എന്നൊന്നും അറിയില്ലെങ്കിലും അതൊരു പ്രതീക്ഷയാണ് രണ്ടാൾക്കും. നിങ്ങൾ ഇതുവഴിയൊക്കെ പോകുന്നവരാണെങ്കിലേ ഈ രണ്ടാളെയും മറക്കല്ലേ. ലൊക്കേഷൻ വരുന്നത് തിരുവനന്തപുരം ജില്ലയിൽ നിലമേൽ നിന്ന് കടയ്ക്കൽ പോകുന്ന വഴിയിൽ വെള്ളാമ്പാറയിലാണ്.